രാവിലെ ഫ്രഷായിട്ട് ഞങ്ങൾ പിന്നെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനെടുത്തത് ബട്ടൂരിയും അതുപോലെ ഓംലേറ്റും എഗ്ഗിൻ്റെ കറിയും പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും ചെറിയ ചെറിയ പഴംപൊരി ഉണ്ടായിരുന്നു, അതായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാം അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി മുട്ടക്കറി അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതാ കുറച്ച് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ട്രക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് നമ്മളെ കൂട്ടാനായിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വണ്ടിയിലാണ് നമ്മൾ കുറച്ച് ദൂരം പോവുക. അങ്ങനെ അവിടുന്ന് നമ്മളെ അവർ ഇറക്കി വിടും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോകണം. അങ്ങനെ ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ്. അങ്ങനെ ഫസ്റ്റ് തന്നെ ഈ ഒരു കുളത്തിൽ മീൻ പിടിക്കലായിരുന്നു കേട്ടോ മെയിനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ ഞാനും കുറച്ച് മീനൊക്കെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല കേട്ടോ. പിന്നെ അതാ തൊട്ടപ്പുറത്ത് തന്നെ നല്ലൊരു ആമ്പൽക്കുളം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചും കൂടിയും ദൂരം നടന്നു കേട്ടോ. അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ നല്ല അടിപൊളി ഒരു പാടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാടത്തിൻ്റെ ഭംഗിയൊക്കെ ഞങ്ങളിങ്ങനെ കുറേ സമയം ഇങ്ങനെ ആസ്വദിച്ച് അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ പോയത് ഈ കാണുന്ന ആ ഒരു കാടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പോൾ കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നാനുവിന് നല്ല പേടിയുണ്ടായിരുന്നു, എനിക്കും അത്യാവശ്യം പേടിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേടിത്തൊണ്ടികളും കൂടി ഒരുമിച്ച് നടക്കുകയാണ്. ലാസ്റ്റ് ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു പേടിക്കുന്നു, ഞാനുണ്ടല്ലോ ധൈര്യമായിട്ട് നടന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് മുന്നേ ബാക്കി എല്ലാവരും പോയിട്ടോ എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അങ്ങോട്ട് നടന്നു കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങൾ എത്തിയത് നമ്മുടെ ട്രൈബൽ വില്ലേജിലാണ് കേട്ടോ. അപ്പോൾ അതാ ഇത് നമ്മുടെ ട്രൈബൽസിൻ്റെ ടെമ്പിളാണ് കേട്ടോ. അങ്ങനെ അതാ ട്രൈബൽസിൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇവരെ കാണുന്നുള്ളൊരു ഹോപ്പ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ കുറേ ചെറിയ മക്കളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരുടെ കൂടെ കുറച്ച് സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മക്കൾക്ക് ഇവരെ പോലുള്ള ആളുകളെയൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പോഴാണ് അവർക്കും ഇങ്ങനൊരു ലോകം ഉണ്ടെന്നും ഇവിടെയും ഒരുപാട് ആളുകളും കുട്ടികളും ജീവിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരു ബോധം അവരിലേക്ക് വരിക കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നി. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് നല്ല ഒറിജിനൽ കാട്ടുതേനും കൂടി വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്.